ദൈവം ഓരോ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേകത നമുക്ക് നമ്മുടെ നാളെ അറിയത്തില്ല. 2027-ലോ 30-ലോ എന്താ സംഭവിക്കുന്നതെന്ന് എക്സാക്റ്റായിട്ട് നമുക്ക് പറയാൻ പലപ്പോഴും കഴിയത്തില്ല. ഈവൻ കാലാവസ്ഥ പ്രവചിച്ചാൽ പോലും ചിലപ്പോൾ മാറിയെന്നിരിക്കും. പക്ഷേ ദൈവത്തിന് വളരെ നിശ്ചയമുണ്ട് നാളെ എന്താ സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ആദ്യമേ അറിയാം. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിന് പാപം സംഭവിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അത് പാപമാണ്. പാപം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, അവനെ വേദനിപ്പിക്കും, മനസ്സിൻ്റെ സമാധാനത്തെ തകർക്കും. ജീവിതം മുഴുവൻ നശിച്ചു പോകുന്ന രീതിയിൽ പാപം തീർക്കും. ബൈബിളിൻ്റെ തുടക്കമേ അങ്ങനെയാണ് കാണിക്കുന്നത്. ആദാം പാപം ചെയ്തു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഭയപ്പെട്ട് അവൻ ഓടി മാറി. ബൈബിളിൻ്റെ തുടക്കത്തിലെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. ദൈവം പലപ്പോഴായിട്ട് ഓരോ മനുഷ്യരെ തിരഞ്ഞെടുത്തു. ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. ആ കാലഘട്ടത്തിൽ പാപം വളരെ ഒത്തിരി വലുതായി, ഒത്തിരി വയലൻസ് അവിടെ ഉണ്ടായി. ദൈവത്തിന് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നതിലുപരിയായി ലോകം മുഴുവനും നശിപ്പിച്ച സമയത്ത് ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയ്ക്ക് ശേഷവും ദൈവം പല ആൾക്കാരെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ഇസഹാക്ക്, യാക്കോബ്. ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു, ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തു, രാജാക്കന്മാരെ തിരഞ്ഞെടുത്തു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ശമൂവേലിനെ പോലെയുള്ള പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവം ദാവീദിനെ പോലെ ഒരു മനുഷ്യനെ കണ്ടു. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്ന് തുടക്കത്തിലേ കാണുന്നു. നിനവേയിലേക്ക് ദൈവത്തിന് പറയാനുള്ള കാര്യം പറയാൻ വേണ്ടി ദൈവം യോനയെ തിരഞ്ഞെടുത്തു. അങ്ങനെ ബൈബിളിൻ്റെ തുടക്കം മുതലേ ഒരുപാട് വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു വിധവയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി ഏലിയാവിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ ഈ തിരഞ്ഞെടുത്ത മനുഷ്യരുടെയൊക്കെ ജീവിതം പലപ്പോഴും നല്ലതായിരുന്നില്ല. വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. പലപ്പോഴും പല ദൈവദാസന്മാരും ജീവിതത്തിൻ്റെ വേദനകൾ സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിച്ച സാഹചര്യങ്ങൾ നമുക്ക് കാണാം. ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ പുറത്തു വരാതിരുന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ കഠിനമായ വേദനയിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. ദാവീദിൻ്റെ ജീവിതത്തിലും കഠിനമായ വേദനകളിലൂടെ അദ്ദേഹം കടന്നു പോയത് നമുക്ക് കാണാം. ഏലിയാവ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞത് നമുക്ക് കാണാം. ദൈവം തിരഞ്ഞെടുത്ത ഈ മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ കഠിനമായ വേദനയിലൂടെ ഇവർ കടന്നുപോയി. ഇവരിൽ ചിലർക്ക് സാധാരണ മനുഷ്യർക്ക് പറ്റുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റുകൾ പറ്റിയവരുണ്ട്. അതിലൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നാം സ്വാഭാവികമായി കാണാത്ത സമൂഹത്തിൽ വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ ദാവീദ് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ഈ മനുഷ്യർക്ക് എന്തെങ്കിലും വീഴ്ച വന്നപ്പോൾ അബ്രഹാമിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ ഇവരാരും ദൈവത്തിൽ നിന്നും ഓടി മാറിയവരായിരുന്നില്ല. അവർ ഓടിയത് ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. ദാവീദിന് വീഴ്ച സംഭവിച്ചപ്പോൾ ദാവീദ് ദൈവത്തിൽ നിന്നും ഓടി മാറുകയല്ല ചെയ്തത്, മറിച്ച് ദൈവത്തിങ്കിലേക്ക് അദ്ദേഹം ഓടി. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ എന്ന് അദ്ദേഹം നിലവിളിച്ചു. 27 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് 27:10. When my father and my mother forsake me, then the Lord will take care of me.
ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഓരോ വ്യക്തികളെ ഓരോ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിന് വ്യക്തികളെ നമ്മുടെ അടുത്തേക്ക് അയക്കാൻ കഴിയും. ഒരു പക്ഷേ വ്യക്തികളല്ലെങ്കിൽ ഏലിയാവിൻ്റെ അടുക്കലേക്ക് അയച്ചതുപോലെ ഒരു കാക്കയെ. നാം യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ യോനയെ വിഴുങ്ങാൻ വേണ്ടി ദൈവം കൽപ്പിച്ചത് ഒരു മത്സ്യത്തോടാണ്. ദൈവത്തിന് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളെയും പല വ്യക്തികളെയും ഈവൻ നമ്മുടെ ആ എൻവയോൺമെൻറ്റിലുള്ള പല സാഹചര്യങ്ങളെയും സാധനങ്ങളെയും പോലും ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുന്നു. ദൈവം യോനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വൃക്ഷം, ഒരു ചെടി വളരാൻ കൽപ്പിച്ചതായിട്ട് കാണുന്നു. അതേ ചെടി വാടിപ്പോകാനായിട്ട് പുഴുവിനെ അയച്ചതായിട്ട് നാം കാണുന്നു. ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പലപ്പോഴും ദൈവം എവിടെ എന്ന് പലരും ചോദിക്കുമ്പോൾ ഇവിടെ രാജാക്കന്മാരെ നിയമിക്കുകയും വാഴിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ഇതൊന്നും ദൈവത്തിന് അറിയാത്ത കാര്യങ്ങളല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളല്ല. അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിച്ചാലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മുടെ സഹായത്തിനുണ്ടാകും എന്ന് കരുതുന്ന വ്യക്തികൾ പോലും നമ്മുടെ അടുത്തുനിന്ന് മാറുമ്പോൾ, നമ്മുടെ സഹായത്തിനില്ലാതെ വരുന്ന സാഹചര്യത്തിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഈ 10-ാം വാക്യത്തിൽ കാണുന്നത് അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന. ഇന്ന് ഞാനും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം നമുക്ക് വേണ്ടി കരുതും എന്നുള്ളതാണ്. ഒത്തിരി ആൾക്കാരെ ദൈവം തെരഞ്ഞെടുത്തു. അവസാനം ദൈവപുത്രനെ പൂർണ്ണ മനുഷ്യനായി, ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, യേശു ക്രിസ്തുവിനെ തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു, സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി. നാം അങ്ങനെ ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം എല്ലാവരും ഇവിടെ കൂടി വന്നു. ആ സ്നേഹത്തിൽ ക്രിസ്തുവിൽ നാം എല്ലാവരും സഹോദരി സഹോദരന്മാരെന്ന വിശ്വാസത്തിൽ നാം കൂടി വന്നു. നമ്മുടെ സാഹചര്യങ്ങൾ ഏതാണെങ്കിലും, നമ്മുടെ ചുറ്റും ആരുമില്ലെങ്കിലും, നമ്മൾ എത്ര ഒറ്റപ്പെട്ടു പോയാലും ആ സാഹചര്യത്തിലും ദൈവത്തിന് ചില വ്യക്തികളെ അയക്കാൻ കഴിയും. നമുക്ക് വേണ്ടി സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ കഴിയും. പൗലൂസിനെ പോലെയുള്ള ഒരു മനുഷ്യനെ പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കും ഒരു വ്യക്തിയെ, അനന്യാസ് എന്നൊരു വ്യക്തിയെ അയച്ചു. നമ്മുടെ ജീവിതത്തിലും ചില വ്യക്തികളെ ദൈവം അയക്കും. ചിലപ്പോൾ അത് വ്യക്തികൾ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു കാക്ക ആയിരിക്കാം, ചിലപ്പോൾ ഒരു മത്സ്യമായിരിക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ സഹായത്തിന് വേണ്ടി, നമ്മെ ബലപ്പെടുത്താൻ, നമ്മെ ഈ ക്രിസ്തീയ യാത്ര പൂർത്തിയാക്കാൻ, നിത്യതയോളം നമ്മെ നടത്താൻ, സഹായിക്കാൻ ഓരോ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന ദൈവം. നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളായിരിക്കത്തില്ല. എന്നാൽ ദൈവം തക്ക സമയത്ത് അയക്കേണ്ടവരെ ദൈവം അയക്കും, എഴുന്നേൽപ്പിക്കേണ്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം നമുക്ക് വേണ്ടി കരുതും എന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.